ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റിട്ട് കുറെ സമയമായോ? എന്നിട്ടെന്താ എന്നെ വിളിക്കാതിരുന്നേ? അത് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മാറ്റമില്ലല്ലോ. കുഞ്ഞിലെ നീ ഇങ്ങനെ ആയിരുന്നു, സംസാരിച്ചോണ്ട് ഉറങ്ങിപ്പോവും. അതിന് ഇന്നലെ സംസാരിക്കാൻ സമയം കിട്ടിയില്ലല്ലോ. ഈ ചുണ്ടുകൾക്കൊക്കെ എന്തൊരു തണുപ്പാടോ. ആണോ? ഇതാരേ ഈ സമയത്ത്? ചേച്ചിക്കുട്ടി, ഒരു പ്രശ്നമുണ്ട്. ഇതെന്താ ഈ വേഷത്തില്? അത് നീ പെട്ടെന്ന് വന്ന് ഡോറ് മുട്ടിയപ്പോ കിട്ടിയതെടുത്തിട്ട് പോകണ്ട. നീ കാര്യം പറ. ചേട്ടായിയെ കാണാനില്ല. ചേട്ടായി വല്ല ജോഗിങ്ങിനും പോയി കാണും. നീ ചേച്ചിയോട് പോയി ചോദിക്കേ. ചോദിച്ചിട്ടല്ല, ആദ്യേട്ടനെ കാണാണ്ട് പോയേ. ഇന്ന് കാലത്തെ പോയി നോക്കിയപ്പോ ഡോറ് തുറന്നു കിടക്കുമായിരുന്നു. എല്ലാരും നല്ല ടെൻഷനില്ല. ചേച്ചിക്കുട്ടി പേടിക്കണ്ട, ജോണിച്ചൻ അന്വേഷിച്ചു പോകാനിരിക്കുക. എവിടെ പോയാലും കുട്ടി കൊണ്ടുവരും. നീ ഇങ്ങനെ എല്ലാം കൂടി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കണ്ട. ചേട്ടായോട് എങ്ങോട്ടും പോണ്ടെന്ന് പറഞ്ഞേക്ക്. കാണാതായ സാധനം ദേ എന്റെ പുതപ്പിനടിയിൽ സേഫാ. നീ ഇങ്ങനെ നോക്കാതെടി. ഞാൻ ഇപ്പോഴാ ഒന്ന് കണ്ണടച്ചേ, അപ്പോഴേക്കും കേറി വന്നേക്കുന്നു. നീ ഒന്ന് പോയേ. അവള് പോയി. ഇനി നമ്മുടെ പ്ലാൻ എന്താ? പ്ലാൻ? നമുക്ക് ഇനി സമയമുണ്ട്. സോ എനിക്കിപ്പോഴും 2 കൂടുതൽ കപ്പാസിറ്റി ഉണ്ട്. ഒന്നുകൂടെ നോക്കിയാലോ? റിയലി? നീ വന്നോ? അവൻ എഴുന്നേറ്റില്ലേ? ഇല്ല. പാവം, ഉറങ്ങിക്കോട്ടെ. നീ എന്നാടി ഇങ്ങനെ നോക്കുന്നേ? വരുമ്പോ മുഖത്ത് നല്ല ചമ്മലുണ്ടാവുന്ന വിചാരിച്ചപ്പോ എന്നെ നോക്കി ദയിപ്പിക്കുകയാണല്ലോ. ഒരു കഥ പറയുമ്പോ അത് മുഴുവനാക്കാനുള്ള ഉത്തരവാദിത്തം കാണിക്കണ്ടേ? കഥയോ? ഏത് കഥ? ഉറങ്ങി എഴുന്നേറ്റപ്പോ കിളി മൊത്തം പോയാ? കൂട്ടത്തില് ഇച്ചിച്ചിക്കും വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്നോടെല്ലാം പറഞ്ഞു. ഇച്ചു അവനെ പോലെ ഒരു കുഞ്ഞിന്റെ കൂടെ കളിയും ചിരിയും ഈ വീട്ടിലെ കേൾക്കേണ്ടതായിരുന്നു. പക്ഷേ ക്യാറ്റി, പറയാൻ മറന്നുപോയതല്ല, മനഃപൂർവ്വം വിട്ടുകളഞ്ഞതാ. ചില കാര്യങ്ങള് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണെന്ന് തോന്നലുണ്ടായ അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ വിധി ഇല്ലാണ്ട് പോയി. ഒരിക്കലും അവനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഓവർ സ്ട്രെസ്, ടെൻഷൻ, പെട്ടെന്ന് അവന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രവൃത്തികൾ എല്ലാം കൂടെ ആയപ്പോൾ ഞാനാകെ തളർന്നുപോയി, വീണുപോയി. എനിക്ക് വേണമെങ്കിൽ എന്നെക്കുറിച്ചും എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചും ഓർത്ത് ജീവിക്കായിരുന്നു. അത് ഞാൻ ശ്രമിച്ചിട്ടില്ല, അന്നും ഇന്നും. 4മതൊരാൾ ഈ വിവരം അറിയരുതെന്ന് എൻ്റെ വാശിയായിരുന്നു. അതിൻ്റെ പേരിൽ ഒരാൾ അവനെ കുറ്റപ്പെടുത്തുന്നതോ വെറുക്കുന്നതോ എനിക്കിഷ്ടമല്ല. ഇപ്പോൾ നിന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അറിയാം. ഇനി ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല. എല്ലാ സുഖത്തിലും സന്തോഷത്തിലും കൂടെ നിന്നോളാം. 1 വർഷത്തെ എഗ്രിമെൻ്റ് ഒന്നും വേണ്ട. ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് അങ്ങനെ സ്നേഹിക്കണം. വാവ്, ഇന്ന് കാലത്തെ തൊട്ട് നല്ല സീൻസ് ആണല്ലോ കാണുന്നേ. ഇവനേതേലും ഹോസ്പിറ്റലിൽ കാണിക്കണം. ഇപ്പോഴേ വൈകി പോയി. ചേട്ടായി സോറി, ഒന്നും അറിയാതെ ഞാൻ നിങ്ങളൊക്കെ കുറെ സങ്കടപ്പെടുത്തി. എന്റെ പൊന്നുമോളെ, നീ ഒന്ന് നിർത്തിയേ. എന്താണ് നിനക്ക് പറ്റിയ? ചേച്ചി എന്നോട് ക്ഷമിക്കണം. എന്നെ പൊട്ടപ്പോഴത്തേക്ക് ഞാൻ പലതും ചെയ്തു, മാപ്പാക്കണം. കണ്ട രാവിലെ ഈ മോങ്ങില് കേട്ടാ ഞാൻ എണീറ്റേ. അപ്പത്തൊട്ട് പുറകെ കൂടിയേക്കുക, കരച്ചിലും പിഴിച്ചിലും മാപ്പ് ചോദിക്കലും. കാര്യം എന്താന്ന് ചോദിച്ചാൽ കരച്ചില് കൂടുകയും ചെയ്യും. ഇന്നലെ ചേച്ചി പറഞ്ഞ സ്റ്റോറി ഇവൻ മാത്രം അറിയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോ തുടങ്ങിയതാ. അങ്ങനെ കണ്ടാലും ഞങ്ങൾക്ക് കൂടി വേണ്ടി ജീവിക്കുന്നെന്ന് അറിയാൻ വൈകിപ്പോയി. എന്ന് ഞാനായിരുന്നു ഈ വീട്ടിലെ തലവേദന. ചേട്ടനും കിട്ടി നിങ്ങളെ കുറിച്ച് ആലോചിച്ചപ്പോഴൊക്കെ ഞാൻ എന്നെ പറ്റി മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. എന്തൊക്കെ ചെയ്താലും വേദനിപ്പിച്ചാലും വീണ്ടും എനിക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു തന്നു. ഇവന് മാനസാന്തരം വല്ല വന്നു കാണുവർത്താവേ. ചിറ്റി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എടി, നീ എന്നോട് ക്ഷമിക്കടി. പാവം നമ്മുടെ ചേട്ടായി. എന്റെ ചേട്ടായി. അങ്ങേര് കുറെ കഷ്ടപ്പെട്ട് ഞാൻ വീണ്ടും നിന്നെ അങ്ങേരെ തലയിൽ കെട്ടിവെച്ച് കഷ്ടപ്പെടുത്തി.
അല്ല അത് മിണ്ടരുത്. ശരിയാ, ഞങ്ങളുടെ രണ്ടുപേരും കഷ്ടപ്പെടുത്തിയത് നീ ഒറ്റൊരുത്തനാ. സിമ്പിൾ ആയിട്ട് തീരേണ്ടിയിരുന്ന ഒരു ലവ് സ്റ്റോറി, അതിനിടയിൽ നീ ബെസ്റ്റ് കളിക്കാൻ നിന്നോണ്ടാ ഇത് മുഴുവൻ ഉണ്ടായേ. ഈ കഥയിലെ മെയിൻ വില്ലൻ നീയാടാ, യൂദാസേ. എന്തിനു നിന്നെ മാത്രം പറയണം? എന്റെ തലക്കിട്ട് വേണം ആദ്യം കിഴുക്കാൻ. പിന്നെ ഇനി എന്റെ കെട്ടിയോന്റെ ഇടയിൽ കയറി വന്നാ പഠിച്ചു കയറി ഭിത്തിയിലൊട്ടിക്കും ഞാൻ. ഈ വീട്ടിൽ നീ മാത്രമായിരുന്നു എന്നെ തള്ളി പറയാതെ. ഇപ്പൊ അതും പൂർത്തിയായി. ഇനി ഒരാഴ്ചത്തേക്ക് നീ എന്നോട് മിണ്ടി പോകരുത്. ചിറ്റി, മിണ്ടരുതെന്നല്ല നിന്നോട് പറഞ്ഞേ. വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. ഓക്കെ? കണ്ടിട്ടാ, ഒന്നിങ്ങോട്ട് നോക്കിയേ. ആ എന്താ മേഡം, ഒരു ദുരുദ്ദേശം? അത് പുറത്ത് നല്ല മഴ. അതുകൊണ്ട് അല്ല, തണുക്കുന്നില്ലേ? ഉണ്ടോ? ആ ഉണ്ട്. പാവല്ലെന്ന് വിചാരിച്ച് വിട്ടു കളയുന്നതാ. തുടക്കത്തിലെ ഇത്ര ആവേശം അത്ര നല്ലതല്ല. ഷോ, എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. ഇവളിന്ന് നേരം വെളുപ്പിക്കും. കുറച്ച് നാളായിട്ട് ഭയങ്കര ബിസിയാണല്ലോ. കമ്പനിയുടെ കുറച്ച് ഫയൽസ്, ക്ലയന്റ് ഡീറ്റെയിൽസ്, പേയ്മെന്റ് ലിസ്റ്റ് എല്ലാം റെഡിയാക്കണം. അങ്കിള് പറഞ്ഞതിനേക്കാളും മുമ്പേ അങ്ങേർക്ക് കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്തു തീർക്കണം. അഗി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമാണല്ലോ. എന്റെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാ മതി. ഈ കാര്യത്തില് ഹെൽപ്പ് ഒന്നും വേണ്ട, ബട്ട് എനിക്ക് വേറൊരു ഹെൽപ്പ് വേണം. വേറെന്താ? യെസ്, അടുത്തോട്ട് വരല്ലേ? വേണ്ട. വേണം. അപ്പോഴേ ഞാൻ വാൺ ചെയ്തു, അത്ര ആവേശം വേണ്ടാന്ന്. സമയമെടുത്ത് സാവധാനം മതിയായിരുന്നല്ലോ. പക്ഷെ നീ ഒറ്റൊരുത്തിയോ എന്റെ കൺട്രോൾ കളയുന്നേ. നൗ ഐ എം വെരി സോറി. നിനക്കെന്നാടി ഒരു ക്ഷീണം? ചെറിയൊരു പനി. മെഡിസിൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ തുള്ളി കളിച്ചോണ്ട് നടക്കുന്നേ. പോയി റെസ്റ്റ് എടുക്ക്. അതിന് മാത്രമൊന്നും ഇല്ലെന്നേ. നിന്നോട് പോവാനല്ലേ പറഞ്ഞേ? ഹോംവർക്ക് ചെയ്ത് എന്റെ കൂടെ കളിക്കാൻ വരാന്ന് പറഞ്ഞതല്ലേ? വാ. എടാ, എനിക്ക് വയ്യ, നല്ല പനിയുണ്ട്. കള്ളം പറയാ, എനിക്കറിയാം. കിറ്റിക്കിപ്പോ പാപ്പനെ മാത്രം മതി, എന്റെ കൂടെ കളിക്കാനും വരൂല. എടാ, എനിക്ക് ശരിക്കും വയ്യാത്തോണ്ടാ. നീ ആന്റിയുടെ കൂടെ പോയി കളിക്ക്. ചെല്ല്. എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഇത് മൊത്തം കേറി കളയുവേ. ഇച്ചു, നീ കളിക്കല്ലേ. അതിലെങ്ങാനും ഒരു പോറല് വീണാ നിന്റെ പാപ്പ രണ്ടാളെയും കൊല്ലും. ആ ഫയല് താഴെ വെച്ചേ. എന്നാ എന്റെ കൂടെ കളിക്കാൻ വരുമോ? എടാ, അത് പിന്നെ ഓഹോ, അപ്പൊ വരത്തില്ലല്ലേ? എങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. മഹാഭാവി. അത് ശരി, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു വിട്ടിട്ട് നീ എന്റെ കൂടെ കളിക്കുവാണോ? കർത്താവേ, അങ്ങേരിതെങ്ങാനും കണ്ട ഒന്നെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ അറ്റാക്ക് വന്ന് ചാവും. Oh my god, what the hell? താൻ ടെൻഷൻ ആവാതെ.
അയ്യോ തലയ്ക്കകത്ത് ആൾ താമസമില്ലേ? എത്ര നാളത്തിന്റെ കഷ്ടപ്പാടായി കിടക്കുമെന്നറിയോ? എല്ലാ കുട്ടികളിയാ ഒരു ബോധമില്ലാതെ തോന്നിയതുപോലെ കാണിച്ച് നടന്നോളൂ. എന്നെ വഴക്ക് പറയണ്ട. ഇവനാ? അയ്യോ ഞാനല്ല, കിറ്റിയാ. ദുഷ്ടപിശാച്. നീ ഇതൊക്കെ മനഃപൂർവ്വം തന്നെ ചെയ്യുമെന്ന് എനിക്ക് അറിയാം. എന്നോടുള്ള ദേഷ്യം തീർക്കാനാണോ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നേ? ഞാൻ പറയുന്നതാണെന്ന് കേൾക്ക്. മിണ്ടരുത്. അയ്യോ ഇനി ഇവിടെ നിന്നാ പണി പാളും കൊണ്ടതാ നല്ലത്. നിങ്ങളോടൊക്കെ പറയുന്നതിനേക്കാളും ഭേദം മുന്നിറങ്ങി പോവാൻ. പോവാനല്ലേ പറഞ്ഞേ? കിച്ചു, കിച്ചു എഴുന്നേക്ക്. ഓ ഈ ഒരു ചെക്കനെ കൊണ്ട് വളഞ്ഞല്ലോ. ചെവിതല്ല കേൾക്കാൻ സമ്മതിക്കില്ല. എന്തിനാണ് കിടന്ന് വെള്ളം വെക്കുന്നേ? പാപ്പ അടിച്ചു കൊന്നതാ. മോളെ എഴുന്നേക്ക്. ഇവിടെ എന്നാ പ്രശ്നം? ഇവളെന്നാ തറയെ കിടന്നുറങ്ങുന്നേ? എടാ പൊട്ടാവളെ ഉറങ്ങുവല്ല, ബോധം കെട്ടി കിടക്കുവാ. പിടിക്ക്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എടാ എന്നാലും എന്താ പണിയാ നീ കാണിച്ചേ? ഒരു ഫയല് കീറിന്ന് വെച്ച് അടിച്ച് ബോധം എടുത്തുവാണ് വേണ്ടേ? അതിന് വേറെന്തൊക്കെ സൊല്യൂഷൻ ഉണ്ട്? ഞാൻ അവരുടെ ദേഹത്ത് കൈവയ്ക്കുന്ന ചേട്ടന് തോന്നുന്നുണ്ടോ? 7-8 വയസ്സുള്ള എന്റെ മോനാണോ പിന്നെ കള്ളം പറഞ്ഞു വിശ്വസിക്കണ്ടേ? ഈ ചായ നിങ്ങൾ ഇങ്ങനെ നിൽക്കാതെ ഒന്നുകൂടി ഡോക്ടർ പോയി വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കേ. ഈ ചേച്ചി മിണ്ടരുത്. ഹോസ്പിറ്റലായി പോയി ഉണ്ടായിരുന്നെങ്കിണ്ടല്ലോ. ലിയോ നീ എന്നാ എത്ര നേരത്തെ? ഇന്ന് ക്ലാസ് നേരത്തെ കഴിഞ്ഞു. വീട്ടിലെത്തിയപ്പോഴാ മേരി ചേച്ചി പറഞ്ഞേ എല്ലാരും ഹോസ്പിറ്റലാണെന്ന്. എന്നാ ഉണ്ടായേ? ദേ അങ്ങോട്ട് ചോദിക്കേ. ഒറ്റയടിക്ക് ബോധം കെടുത്തി ചാവാനാക്കി ഇട്ടേക്കുവാ. അടിച്ചോന്നു? എന്നാത്തിനെ? എന്റെ സേറ, നീയെങ്കിലും എന്നെ വിശ്വസിക്കേ. ഞാൻ അവളെ തല്ലിയിട്ടില്ല. ചുമ്മാതാ, ഞാൻ കണ്ടതാണല്ലോ. അത് ഈ കുരിപ്പിനെ വേണം ഇവിടുന്ന് പാക്ക് ചെയ്യാൻ. ചേട്ടൻ എന്തായാലും ഇവനെയും കൂട്ടി വീട്ടിൽ പോവാൻ നോക്ക്. അതായിരിക്കും നല്ലത്. അവളുടെ ഈ അവസ്ഥയ്ക്ക് കിടക്കുമ്പോൾ ഞാൻ വീട്ടിൽ പോകണമെന്നാണ് നീ പറയുന്നേ? അങ്ങനെ തന്നെ പറഞ്ഞേ. ദേ ചേച്ചിയുടെ മുഖത്തോടും നോക്കിയേ. ഹോസ്പിറ്റലായതുകൊണ്ട് മാത്രാ കടിച്ചു പിടിച്ച് നിൽക്കുന്നേ. അവക്കെങ്ങാനും ബോധം വന്ന് ചേട്ടൻ അവളെ തല്ലിയെന്നെങ്ങാനും അറിഞ്ഞാ ഹോസ്പിറ്റലാണോ റോഡ് സൈഡാണോന്നൊന്നും ചേച്ചി നോക്കത്തില്ല. അറഞ്ചം പൊളഞ്ചം എടുത്തിട്ട് വീക്കും. വെറുതെ നമ്മുടെ കുടുംബത്തിന് അത്രയും വലിയൊരു പേരുദോഷം ഉണ്ടാക്കി വെക്കണോ? എത്രയൊക്കെ കൊള്ളേണ്ടി വന്നാലും ശരി, അവളൊന്ന് കണ്ണു തുറന്നാൽ മതിയായിരുന്നു. അതൊക്കെ തല്ലി ബോധം കെടുത്തുന്നതിന് മുമ്പേ ആലോചിക്കണായിരുന്നു. എന്നിട്ട് ഇപ്പോൾ കൊടുക്കത്തൊരു സെന്റിമെന്റ്സും കൊണ്ട് വന്നേക്കുന്നു. ആ ശരിയാ, നിങ്ങൾ പൊക്കോ. ദേ ഇപ്പം മുതല് ഞാൻ ചേട്ടൻ്റെ സ്പൈയാ. അവള് കണ്ണു തുറന്ന ഉടനെ ഞാൻ ചേട്ടനെ അറിയിക്കാം. ഇവിടുത്തെ അന്തരീക്ഷം നല്ലതാണെങ്കിൽ ചേട്ടൻ ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വരാം. വാങ്ങിക്കാനുള്ളതൊക്കെ അവിടുന്ന് വാങ്ങിച്ചാ പോരെ? എടാ എന്നാലും എന്നാലും ഇല്ല, ചേട്ടൻ പൊക്കോ. എടാ എന്തായി? അവള് കണ്ണു തുറന്നോ? അങ്ങോട്ട് പറഞ്ഞു വിടണ്ടായിരുന്നു. എന്റെ ചേട്ടാ ഈ 2 സെക്കൻഡ് പോലും ആയില്ലല്ലോ കട്ടാക്കിയിട്ട്. ഇനി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണ്ട. അവള് കണ്ണു തുറന്നാ ഞാൻ തന്നെ അങ്ങോട്ട് വിളിച്ചോളാം. നീ ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്താനൊന്നും പറയാതെ. അവൾക്കൊരു കുഴപ്പമില്ല. എടി കിറ്റി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഡോക്ടർ ഇവക്കെന്താ പറ്റിയേ? പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. എനിവേ കൺഗ്രാറ്റ്സ്. കൺഗ്രാറ്റ്സാ? അടിച്ചു ബോധം കെടുത്തി ഇവിടെ എല്ലാവരും കൺഗ്രാറ്റ്സ് ആണോ പറയാറ്? യുവർ വൈഫ് ഈസ് പ്രഗ്നന്റ്. പ്രഗ്നന്റാ? എടി നീയല്ലേ ഇപ്പൊ കൊച്ചുങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞേ. എന്നിട്ട് ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കറിഞ്ഞൂടാ. അപ്പോ ഇത് തന്റെ വൈഫല്ലേ? അല്ല, എന്റെ സിസ്റ്റർ. സോറി. അപ്പൊ പിന്നെ ഇതായിരിക്കും അല്ലേ? ബൈ ദ വേ കൺഗ്രാജ്. അയ്യോ ഡോക്ടറെ, കൺഗ്രാറ്റ്സ് പറയല്ലേ. നേരത്തെ 2 തവണ കിട്ടിയതാ. ഇനിയിപ്പോഴൊന്നും ആവശ്യമില്ല. അതെന്റെ കിട്ടിയവനാ, അവളുടെ മൂത്ത ചേട്ടൻ. അല്ല, ഈ കുട്ടിക്ക് ബ്രദേഴ്സ് അല്ലാതെ ഹസ്ബൻഡ് ഇല്ലേ? ഹസ്ബൻഡ്? എടാ അവനെന്തേ? അത് ചേട്ടൻ വീട്ടിൽ പോയി. ഓൾ റൈറ്റ്. എന്റെ 2 കൺഗ്രാറ്റ്സ് വേസ്റ്റ് ആയ സ്ഥിതിക്ക് വീട്ടിൽ ചെല്ലുമ്പോ കുട്ടി തന്നെ പറഞ്ഞേക്ക്. വീട്ടിൽ പോയേക്കുന്നു. വല്ല ഉത്തരവാദിത്വം ഉണ്ടെങ്കിലല്ലേ. നീ വിഷമിക്കണ്ടടി. വീട്ടിൽ ചെന്നിട്ട് അവരുള്ള പണി ഞാൻ കൊടുത്തോളാം. കർത്താവേ, ഇനി ഞാൻ പറഞ്ഞിട്ടാ ചേട്ടൻ വീട്ടിൽ പോയതെന്നെങ്ങാനും അറിഞ്ഞാ? പോകുന്ന വഴി മോർച്ചറിയിൽ റൂം ബുക്ക് ചെയ്തിട്ട് പോവാം. കിച്ചു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ?
ഇല്ലാന്നറിഞ്ഞിട്ട് എന്തിനാ വീണ്ടും തല്ലി ബോധം കെടുത്താനാണോ? അവളോട് തന്നെ ചോദിച്ചു നോക്ക്. ഞാൻ അവളെ തല്ലിയിട്ടില്ല. ആ അവള് തന്നെ പറഞ്ഞേ എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തനാണെന്ന്. കാറ്റി, നീ പോയി റെസ്റ്റ് എടുക്ക്. ദാ ഇങ്ങോട്ട് നോക്ക്. ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ആരും കാണാതെ മുങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. മുങ്ങിയെന്നോ? ഞാൻ മുങ്ങിയതൊന്നുമല്ല. ഇവൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. കർത്താവെ പച്ചക്കള്ളം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇനിയിപ്പോ അഥവാ അങ്ങനെ പറഞ്ഞാലും സ്വന്തം കെട്ടിയോളെ അടിച്ച് ബോധം കെടുത്തി ഹോസ്പിറ്റലാക്കിയിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോരുന്നത് ശരിയാണോ? കുടുംബം മൊത്തം പാരകളാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് മോശമായി പോയി. ശരി, സമ്മതിക്കാം. അതിനിനി നിങ്ങളൊക്കെ പറയുന്ന എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ ഏറ്റെടുത്തോളാം. അതിനു മുമ്പ് അവക്ക് എന്താ പറ്റിയെന്ന് പറ. ചെറിയൊരു ക്ലൂ വേണമെങ്കിൽ തരാം. ചേട്ടൻ ഒറ്റ കാരണം അവൾക്ക് ഇനി 10 മാസത്തേക്ക് ട്രീറ്റ്മെന്റ് വേണ്ടി വരും. ഇത്രയും പറഞ്ഞിട്ട് ഈ പൊട്ടന് മനസ്സിലായില്ലേ? ഇങ്ങനെ ശരിക്കും പൊട്ടൻ തന്നെയാണ്. ഡാഡാ മതി, കാര്യങ്ങളൊക്കെ അവള് തന്നെ പറയും. നീ അങ്ങോട്ട് ചെല്ലേ. കിച്ചു, ഞാൻ മനഃപൂർവ്വമല്ല. നിന്നെ തല്ലിയിട്ടില്ല. മനഃപൂർവ്വം അല്ലാന്നോ? എനിക്കറിയാം താനെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നാ ചെയ്തേ. ആ പിന്നെ ഡോക്ടർ തന്നോട് ഒരു കാര്യം പറയാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു. കൺഗ്രാറ്റ്സ്. എന്താ? അയ്യോ, ഇത്രയും നാളത്തെ തന്റെ അല്ല നമ്മുടെ കഷ്ടപ്പാടിന് ഒരു ഫലം ഉണ്ടായേന്ന് ഇപ്പോഴും മനസ്സിലായില്ലേ? പനി കാരണമുള്ള ക്ഷീണമായിരിക്കുന്ന ആദ്യം വിചാരിച്ചേ. ഒടുവിൽ അസുഖം കണ്ടെത്താൻ ഗൈനക്കോളജിസ്റ്റ് തന്നെ വേണ്ടി വന്നു. എടോ, we are going to be parents. What? Are you serious? കിച്ചു, നമ്മൾ എനിക്ക് Thank you so much. താങ്ക്സോ? അത് പറയേണ്ടത് ഞാനല്ലേ? എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കാം. എന്നെ സ്നേഹിക്കാൻ, എനിക്ക് സ്നേഹിക്കാൻ ഇപ്പൊ ഒരാൾ കൂടി വരാൻ പോവല്ലേ. യൂങ്കി, എന്നാടാ നിനക്ക്? കുറെ നേരമായല്ലോ, കാര്യം പറ. അത് എന്റെയും ചേട്ടൻ്റെ കല്യാണം ഒരേ ദിവസമായിരുന്നില്ലേ? അയിന് ഇപ്പതേ അവള് പ്രഗ്നന്റ് ആയി. ഇനി നാളെ നിന്നോട് ആരെങ്കിലും വിശേഷമൊന്നും ആയില്ലെന്ന് ചോദിച്ചാ നീ എന്നാ പറയും? ഞാനെന്ത് പറയാൻ? കുട്ടിക്കളി മാറാത്തൊരു കെട്ടിയവരുണ്ട്, അതുകൊണ്ട് ഇപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് പറയും. ഓ, എന്നെ പറഞ്ഞാ മതി. ഇടി, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാ, ഒരു കുട്ടി ഉണ്ടെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വം കുറച്ചും കൂടി കൂടൂലെന്നല്ല കൂടും. നമുക്ക് ആ വഴിയൊന്ന് നോക്കിയാലോ? നീ ഇങ്ങനെ ചിരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. മനസ്സിലായില്ലേ? യു മീൻ മൗനം സമ്മതം എന്നാണോ? പതിയെ ലൈസൻസ് കിട്ടി മോളെ, ഇനി ഞാൻ ഓടിച്ചോളാം.